ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റേ വൗ. നമ്മളെല്ലാവരും ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണ്. അതായത് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പൊസിഷനിലെത്തണം, അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്തു തുടങ്ങണം, അതും അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് അച്ചീവ് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളാണ് നമ്മുടെ ലൈഫിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിൽ വരുന്നതോടൊപ്പം തന്നെ കുറച്ച് നെഗറ്റീവായിട്ടുള്ള ചിന്തകളും നമ്മുടെ ഉള്ളിലേക്ക് വരും. അതായത് അത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും അത് ഫ്ലോപ്പായി പോവോ, ഇങ്ങനെയുള്ള ഓരോ ചിന്തകൾ ഇങ്ങനെ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യും. ഇങ്ങനെയുള്ള ചിന്തകൾ. സോ ഇങ്ങനെ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന നെഗറ്റീവായിട്ടുള്ള ചിന്തകളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് ജീവിക്കുന്നത്. ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളുമായിട്ട് പൊരുതിക്കൊണ്ടിരിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. പല ആളുകൾക്കും പല പ്രശ്നങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ഇപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെട്ട ജോലി കിട്ടാതെ വരും, അല്ലെങ്കിൽ ഉള്ള ജോലി നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പൊക്കെ തകരാറിലായി പോവും. അതും അല്ലെങ്കിൽ ഒരുപാട് കടബാധ്യതകൾ ഉണ്ടായിരിക്കും, ആവശ്യത്തിന് പണം ഇല്ലാതെ വരും. ഇങ്ങനെ പല രീതിയിലായിരിക്കും പലർക്കും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുക. സോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പല ആളുകളും പല രീതിയിലായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. ചില ആളുകൾ അത് എന്ത് വന്നാലും എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി മുന്നോട്ട് പോവുക എന്നുള്ള രീതിയിൽ ജീവിക്കുന്നവരുണ്ടായിരിക്കും. എന്നാൽ മറ്റ് ചില ആളുകൾ അവരത് എല്ലാം നമ്മുടെ വിധിയാണ്, അല്ലെങ്കിൽ നമ്മൾ സ്വയം വരുത്തി വെച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് വിശ്വസിച്ച് അത് മാത്രം വിചാരിച്ച് ജീവിച്ചു പോകുന്നവരും ഉണ്ടായിരിക്കും. ഇങ്ങനെ ഈ രണ്ട് രീതിയിലുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഈ റെസ്പോൺസ്, ഇതൊക്കെ നമ്മൾ അറിയാതെ നമ്മളിൽ സ്വയം കുറേ കാലങ്ങളായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചിന്തയുടെ പ്രശ്നമായിരിക്കും. അതായത് നമ്മളെ സ്വയം മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കുറച്ച് ചിന്തകൾ കടന്നു വന്ന് അത് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യും. പല ആളുകൾക്കും ഇങ്ങനെ തോന്നിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ അവർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. കാരണം ലൈഫിൽ കാര്യങ്ങളൊക്കെ നല്ല രീതിയിലല്ല പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അതൊന്നും ശരിയാവുന്നില്ല, ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല എന്നൊക്കെ. ഇങ്ങനെയുള്ള ചിന്തകളാണ് നിങ്ങളുടെ ഉള്ളിൽ ഉള്ളത് എങ്കിൽ പിന്നീട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുക, എന്തെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ അത് മൊത്തം ആ ഒരു രീതിയിലേക്കായിരിക്കും പോവുക. ചെയ്യുന്നതൊന്നും ശരിയാവില്ല, ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ള രീതിയിൽ. അതായത് ചെയ്യുന്ന കാര്യത്തോടൊക്കെ പിന്നെ നമുക്ക് വെറുപ്പ് തോന്നും. ഇപ്പം നമുക്ക് ഇഷ്ടമല്ലാത്തൊരു ജോലി ചെയ്യാം, അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആവശ്യം എന്ന് പറയുന്നത് പണമാണ്. അപ്പം നമ്മൾ ജോലി ചെയ്യുന്നത് തന്നെ നമുക്ക് പണം കിട്ടാനാണ്. സോ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ നിർബന്ധപൂർവ്വം ചെയ്യേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ പെട്ടെന്നൊന്ന് ജോലി മാറി കിട്ടുക, അല്ലെങ്കിൽ വേറെ വല്ല ജോലിയും കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമല്ല കാര്യമല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് കംപ്ലയിൻറ്റ്സ് നമുക്ക് ഉണ്ടായാലും നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് ആ ജോലി തന്നെ തുടരാൻ ശ്രമിക്കും. സോ ഇങ്ങനെയുള്ള ഓരോ ചിന്തകൾ നമ്മളെ വല്ലാതെ ഡീമോട്ടിവേറ്റ് ചെയ്യും. മറ്റൊരു തോന്നലാണ് എനിക്ക് പരാജയപ്പെടാൻ ആഗ്രഹമില്ല, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ മുന്നിൽ നാണം കെടാൻ എനിക്ക് വയ്യ എന്നുള്ളത്. അതായത് പരാജയപ്പെടാത്ത ഒരാളും ഈ ലോകത്തുണ്ടാവില്ല, ഒരു വ്യക്തിയും ഉണ്ടായിരിക്കില്ല. ഒരു ഫെയിലിയർ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്, ജീവിതത്തിൻ്റെ ശരിക്കും ഒരു ഭാഗമാണ്. അതായത് ഇപ്പം നമ്മൾ പഠിക്കുന്ന ടൈമിൽ, സ്കൂളിൽ പഠിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ടൈമിൽ ചിലപ്പോൾ എക്സാമിനൊക്കെ നമ്മൾ ഫെയിലായിട്ടുണ്ടാവും ഏതെങ്കിലും സബ്ജക്റ്റിൽ, അതൊന്ന്. പിന്നെ അതല്ലാതെ നമ്മൾ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അത് ഫ്ലോപ്പ് ആയിട്ടുണ്ടാവും, സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒക്കെ കംപ്ലീറ്റ് പോയി, അങ്ങനത്തെ അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും. ഇനി അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് അത് വല്ലാതെ വിചാരിച്ച അത്ര നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടാവില്ല. സോ ഇങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും നിങ്ങളുടെ ലൈഫിൽ. നമ്മൾ എന്നാൽ ഇതിനൊക്കെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ നമുക്ക് ഉണ്ടാവുന്ന ഓരോ ഫെയിലിയറിനും ഓരോ പരാജയങ്ങളിൽ നിന്നും നാം പഠിച്ചിട്ട് അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങളൊരു എക്സാം എഴുതി നിങ്ങളതിൽ ഫെയിലായി എന്ന് വിചാരിക്കുക, എന്ന് കരുതി നിങ്ങൾ സ്കൂളിൽ നിന്ന് ഇപ്പോൾ TC വാങ്ങി പോവോ? ഇല്ലല്ലോ. നിങ്ങൾ നെക്സ്റ്റ് ടൈം ആ എക്സാം എഴുതി നിങ്ങളത് പാസ്സാവും. അപ്പോൾ അതേപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. സോ അതുകൊണ്ട് നിങ്ങൾ ഈ പരാജയപ്പെടുന്നതിനെ കുറിച്ചും അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ചും ഒക്കെ നിങ്ങൾ ആശങ്കപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ കൂടുതൽ കുടുങ്ങിപ്പോവും. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പരാജയത്തെ ഭയക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ആദ്യം ഒരു ചെറിയ റിസ്ക് എടുക്കാൻ നമ്മൾ റെഡി ആണെങ്കിൽ അത് നിങ്ങളിലുള്ള കോൺഫിഡൻസിൻ്റെ ലെവൽ കൂട്ടും. എന്ന് കരുതി നാളെ തന്നെ ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നല്ല, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് നമ്മളെ സ്വയം മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. അതായത് ഇപ്പോൾ ചെയ്യുന്ന കാര്യം നാളത്തേക്കും കൂടെ നമ്മളത് ഹെൽപ്പ് ചെയ്യും, ഒരു ബെറ്ററായിട്ട് മുന്നോട്ട് പോകാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നീട് നെഗറ്റീവായിട്ട് നമുക്ക് തോന്നാവുന്ന മറ്റൊരു ചിന്തയാണ് നമ്മുടെ സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ. അതൊക്കെ വളരെ വലുതായിട്ട് നമുക്ക് തോന്നും. അത് ഒരിക്കലും അങ്ങനെയാവുമ്പോൾ ഒരുപാട് വലിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അപ്പോൾ അത് നടക്കില്ല, അതൊന്നും നടക്കാൻ തീരെ ഒരു സ്കോപ്പില്ല എന്നൊക്കെ നമുക്ക് തോന്നും. അങ്ങനെയുള്ള ഓരോ ചിന്തകൾ ഉണ്ടായിരിക്കും. സോ നമുക്കിപ്പോൾ ഒരു ഭക്ഷണം കഴിക്കണമെന്ന് അല്ലെങ്കിൽ നമുക്ക് വിശക്കുന്ന ടൈമിൽ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കും? ഭക്ഷണം കഴിക്കണം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും എന്തെങ്കിലും ചെയ്യും, ഭക്ഷണം എന്തായാലും നമ്മൾ കഴിച്ചിരിക്കും. അല്ലാതെ നമ്മളത് മാറ്റി വെക്കുകയൊന്നും ഇല്ലല്ലോ, നടക്കില്ല എന്ന് പറഞ്ഞിട്ട്. ഒന്നെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ കഴിക്കാനുള്ള വേറെ മാർഗ്ഗം നോക്കും, അല്ലെങ്കിൽ നമ്മൾ പുറത്തു പോയിട്ട് എന്തെങ്കിലും കഴിച്ചു വരും. അങ്ങനെ നമ്മുടെ ആ ലക്ഷ്യത്തിൽ നമ്മൾ എത്തിച്ചേരും. ഇനി നമുക്ക് വേറൊരു കേസ് നോക്കാം. അതായത് മറ്റുള്ളവരുടെ ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് ചിന്തിക്കുന്നത് ചിലപ്പോൾ നമുക്കൊരു പ്രചോദനമായിരിക്കാം. മറ്റുള്ളവരെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ കുടുംബത്തെയാണ്. അതായത് അങ്ങനെ ആവുമ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യണം, അവരെ നല്ല രീതിയിൽ നമുക്ക് നോക്കണം, കൊണ്ടുപോകണം എന്നുള്ളൊരു ലക്ഷ്യം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കുമ്പോൾ നമ്മൾ എന്തും ചെയ്യും. നമുക്കതിന് പണം ആവശ്യമാണ് ജീവിക്കാൻ, അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ജോലിയും ചെയ്യാനും റെഡി ആയിരിക്കും. സോ നമ്മുടെ ഉള്ളിൽ ആദ്യം ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. അത് ലക്ഷ്യം ആദ്യം ഒരു ചെറിയ ലക്ഷ്യം ആയിക്കോട്ടെ, അത് നമുക്ക് നേടാൻ കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാവുന്ന വലിയ വലിയ ലക്ഷ്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും നേടിയെടുക്കാൻ പറ്റും. പിന്നീട് തോന്നുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഉള്ളിൽ നമ്മുടെ മൈൻഡിൽ നമ്മളിങ്ങനെ കമ്പാരിസൺ അത് നടത്തും. അതായത് ഇപ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളാവാം, അല്ലെങ്കിൽ നമ്മുടെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആയിരിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ അവർ ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചു നോക്കും. അപ്പോൾ അവർ അത്ര എത്തുന്നില്ല, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന അതുപോലെ ആവുന്നില്ല എന്നൊക്കെ, അങ്ങനത്തെ ചിന്തകൾ, അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ തന്നെ അത് നമ്മളെ വല്ലാതെ ഡീമോട്ടിവേറ്റ് ചെയ്യും. നമുക്കൊന്നും പിന്നെ അങ്ങ് ചെയ്യാൻ തോന്നില്ല. പിന്നീട് ആളുകൾ ചിന്തിച്ചു പോകുന്ന വേറൊരു കാര്യമാണ്, എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ട്രൈ ചെയ്യുന്നത് വെറുതെ ആയിരിക്കും, അതുകൊണ്ട് ഒരു ഗുണവും എനിക്കുണ്ടാവില്ല എന്നുള്ളത്. പെർഫെക്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇനി ഒരാൾ പോട്ടെ, അല്ലെങ്കിൽ ഒരു വീട്, അല്ലെങ്കിൽ ഒരു കമ്പനി, എന്തെങ്കിലും ഒന്ന്, അങ്ങനെ ഒരു പെർഫെക്റ്റ് ആയൊരു സംഭവം ശരിക്കും ഇല്ല. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ അത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു പെർഫെക്ഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജീവിതകാലം മൊത്തം നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ബെറ്റർ ആക്കി കൊണ്ടുവരാൻ പറ്റും. ഓരോ ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ പിറ്റേന്ന് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട്, അല്ലെങ്കിൽ അതിനുശേഷം കുറച്ചും കൂടെ, അങ്ങനെ നമുക്ക് ബെറ്റർ ആക്കി കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു ഓപ്ഷനേ നിങ്ങൾക്കുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ഈ ഒരു ചിന്ത നിങ്ങൾ ഒഴിവാക്കണം, അത് നിങ്ങൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. വേറെ നമുക്ക് തോന്നാവുന്ന മറ്റൊരു കാര്യമാണ്, ഇപ്പം നമ്മൾ ചെയ്യുന്ന കാര്യം അത് നമുക്ക് അതിൽ കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെപ്പോഴും നമ്മുടെ കംഫർട്ട് സോണിലിരിക്കും, എന്നിട്ട് മറ്റുള്ളവരെ എല്ലാത്തിനും ഇങ്ങനെ തള്ളി വിട്ടുകൊണ്ടിരിക്കും. അതായത് എന്തെങ്കിലും പ്രശ്നമൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ നമ്മളെപ്പോഴും മാറി നിന്ന് മറ്റുള്ളവരെ പറഞ്ഞു വിടും. അതായത് അങ്ങനെ ഒരുപാട് ഡിഫിക്കൽട്ടീസൊക്കെ ഉണ്ടാകുമ്പോൾ അവരതൊക്കെ ഫേസ് ചെയ്തൊക്കെ ക്ലിയർ ചെയ്തിട്ടായിരിക്കും അവർ മുന്നോട്ട് പോവുക. പക്ഷെ നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ ഇരുന്ന് ഒക്കെ ഇങ്ങനെ നോക്കി കാണും. സോ ഇങ്ങനെ നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് അവിടെ ഉണ്ടാവുന്നില്ല. മറ്റുള്ളവരെല്ലാ പ്രശ്നങ്ങളും ഫേസ് ചെയ്ത് അതൊക്കെ നേരിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അവർക്ക് പിന്നെ അതൊരു വിഷയമായിട്ട് തോന്നില്ല. പക്ഷെ നമ്മൾ മറ്റുള്ളവരെ ഇങ്ങനെ തള്ളി വിടുമ്പോൾ നമ്മളെപ്പോഴും കംഫർട്ട് സോണിൽ തന്നെ ഇരിക്കേണ്ടി വരും. നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വലിയ കാര്യങ്ങളായി തോന്നും, അവർക്കതൊക്കെ വളരെ നിസ്സാരമായിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ശരിക്കും വളരെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ചിന്ത എങ്ങനെയാണ് പോകുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. അതായത് ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ അത് നിങ്ങൾ ആദ്യം എടുത്ത് ഒഴിവാക്കണം. അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ വിജയത്തിലേക്കുള്ള വഴി നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. സോ പിന്നീട് ഒരുപാട് കാലം കഴിഞ്ഞ് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പുറകോട്ട് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു ചാൻസ് നിങ്ങൾ ഉണ്ടാക്കാതിരിക്കുക, ഒരു അവസരവും നിങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് ടൈം മറ്റൊരു നല്ല ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ദിസ് ഈസ് മീ ഷോണ. ബൈ.